എല്ലാവരും ഓൺലൈനിൽ നോക്കി എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു. പക്ഷെ ഓഫ്ലൈനിലാവുമ്പം എത്ര മനസ്സുകളുണ്ട് നിശബ്ദമായി കരയുന്നത്, അല്ലേ? മനസ്സ് സന്തോഷം ആണെങ്കിൽ ഒരിക്കലും എത്ര ജോലി ചെയ്താലും നമ്മൾ ക്ഷീണിക്കില്ല. അതേപോലെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അത്രയും സന്തോഷമായിരിക്കും. നമ്മളെ വേദനിപ്പിക്കുന്നത് ഇത് രണ്ടുമാണ്. ഇതൊന്നും ഇന്നത്തെ കാലത്ത് ഇല്ല. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളൊന്നും ആർക്കും ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇന്നത്തെ ലോകത്ത് പണം അതിന് തന്നെ പ്രധാനം. എല്ലാവരും പണത്തിൻ്റെ പിന്നാലെ, സമാധാനത്തിൻ്റെ പിന്നാലെ ആർക്കും ഓടാൻ വയ്യ. അത് പണം നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് എല്ലാം ഇല്ലാതായി എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ മനസ്സമാധാനത്തിനെക്കാട്ടും വലുതായിട്ട് വേറെ എന്താ ഉള്ളത്? പണമാണോ മനസ്സമാധാനം? എല്ലാവരും ചിരിക്കുന്ന പോലെ കാണിച്ചാലും ചിരിക്ക് പിന്നിലെ സന്തോഷം കാണില്ല. മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ശത്രുക്കളല്ല, നമ്മളെ മനസ്സിലാക്കാതെ പോകുന്ന സ്വന്തം ആളുകളാണ്. അതെടുത്ത് പറയണം. നമ്മളെ മനസ്സിലാക്കാതെ പോകുന്ന സ്വന്തം ആളുകളാണ്. പുറമെ ചിരിച്ചാലും ഉള്ളിൽ സന്തോഷിക്കണം എന്നില്ല. ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ശത്രുക്കളാണ് എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മളെ മനസ്സിലാക്കാത്ത ആൾക്കാരാണ്, സ്വന്തം ആൾക്കാരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. മനസ്സിന് സമാധാനം കിട്ടുന്ന യഥാർത്ഥ സന്തോഷം നോക്കുക. അല്ലാതെ പണവും പ്രശസ്തിയും അതിന് പകരമൊന്നും ആവില്ല. അതിനാൽ നിങ്ങളുടെ മനസ്സിനെയും മറ്റുള്ളവരുടെ മനസ്സിനെയും കരുതാൻ മറക്കരുത്. നിങ്ങളുടെ മനസ്സും സേഫായിരിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ മനസ്സും സമാധാനം കിട്ടുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ചെയ്തു കൊടുക്കൽ. അല്ലാതെ ഒരിക്കലും അവർക്ക് വിഷമങ്ങൾ വരുന്ന വിധത്തിൽ ഒരിക്കലും ആവരുത്.